എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ഒന്നാമത്തെ വിഭാഗം കള്ള് കുടിച്ചോ കഞ്ചാവ് ഉപയോഗിച്ചോ ലഹരിയിലായി മരണപ്പെട്ടുപോയി തൗബ ചെയ്തില്ലെങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കൂല എന്നാണ്. രണ്ടാമത്തെ വിഭാഗം വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ചെയ്യുന്ന വിഭാഗം. സിഹ്ർ ചെയ്യുന്ന വിഭാഗമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? ഉസ്താദുമാരെന്നീ പണിയെടുക്കാണ്, സിഹ്ർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സിഹ്ർ ചെയ്യുന്ന പണി. ഉസ്താദുമാര് എന്തിനാ ഈ പണി എന്നറിയുന്നില്ല. ഒരു മുഅ്മിനിന് സിഹ്ർ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു നിഷിദ്ധമാക്കിയതല്ലേ. സിഹർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതല്ലേ. എന്നിട്ട് സിഹർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് സിഹർ ചെയ്തിട്ട് ഒരാളെ കൊല്ലാൻ കഴിയും, അത് ഉറപ്പാണ്. നബി തങ്ങൾക്ക് സിഹർ ചെയ്തില്ലേ? നബി തങ്ങൾ പനിച്ചു കിടന്നില്ലേ ആഴ്ചകളോളം? എന്നിട്ട് എന്താ ഉണ്ടായത്? 2 മലക്ക് എന്താ അസുഖം എന്നറിയുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ എണീക്കുമ്പോൾ എന്തോ പറയാൻ വിചാരിക്കും, പക്ഷെ പറയാൻ കഴിയുന്നില്ല. പഴയതൊന്നും ഓർമ്മയില്ല, കിടന്ന കിടപ്പിലാണ്. ഇങ്ങനെ പോയാൽ നബി തങ്ങൾക്ക് പ്രയാസമല്ലേ? അപ്പോഴാണ് 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഒരാൾ കാലിനടുത്ത്, ഒരാൾ തലയുടെ അടുത്ത് നിന്നിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞത്? ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ശത്രു ജൂതൻ നബി തങ്ങളുടെ തലവാരുന്ന ചീർപ്പിൽ നിന്ന് ഒരു മുടി നബി തങ്ങളുടെ ഖാദിമത്തിൽ നിന്ന്, നബി തങ്ങളുടെ വീട്ടിലുള്ള പരിചാരകയിൽ നിന്ന് വാങ്ങിക്കുകയും അതൊരു മെഴുകുതിരിയിൽ ഒരു മനുഷ്യന്റെ കോലമുണ്ടാക്കി നമ്മുടെ ഈത്തപ്പനയുടെ പാളയിൽ വെച്ച് വലിയ ഒരു കുളത്തിൽ കൊണ്ടുപോയി സിഹ്ർ ചെയ്ത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് വലിയൊരു കിണറ്റില്. നബി തങ്ങളെ അലി തങ്ങളെ പറഞ്ഞയച്ചു. നോക്കുമ്പോൾ ആ കിണറ്റിന്റെ തൊട്ടടുത്തുള്ള ഈന്തപ്പന പോലും നിറം മാറി, വിഷം കൊണ്ട് നിറം മാറിയിട്ടുണ്ട്. ആ കിണറിന്റെ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയ സിഹറാണ് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ചെയ്തത്. സിഹർ ബാധിക്കൂലേ? നബി തങ്ങൾക്ക് ബാധിക്കൂലേ? സിഹർ ചെയ്ത് ആരെയും കൊല്ലാൻ കഴിയും? അതൊക്കെ ഇസ്ലാം ശക്തമായി വിമർശിച്ച, നിഷിദ്ധമായി കുഫറിലേക്ക് പോലും എത്തുമെന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. യാതൊരു മടിയില്ലാതെ തലക്കെട്ട് ധരിച്ച താടി വെച്ച മൗലവിമാർ ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമാശ എന്നല്ല ഇത്. ഉസ്താദുമാർ ചെയ്യുന്നുണ്ട്, സിഹർ ചെയ്യുന്ന ഉസ്താദുമാർ. ഇവരൊക്കെ എന്തിനാ താടിയും തൽപ്പവും കെട്ടി നടക്കുന്നതെന്ന് എനിക്കറിയാത്തത്. അല്ലേ? എന്തിനാ പിന്നെ താടിയും തലപ്പാവും കെട്ട് വെറുതെ ഈ വേഷത്തിന്റെ പവിത്രത കളയുന്നത്? അള്ളാഹു നിഷിദ്ധമാക്കിയ സിഹറൊക്കെ ചെയ്ത് എന്തിനാ മനുഷ്യനെ വെറുതെ രോഗിയാക്കുന്നത്? എന്തിനാ മനുഷ്യനെ അപകടത്തിൽ ചാടിക്കുന്നത്? എത്രയോ കുടുംബങ്ങൾ അതിന്റെ പേരിൽ നരകിക്കുന്നില്ലേ? അങ്ങനെ സിഹർ ചെയ്തുകൊണ്ട് ആർക്കും തകർക്കാലോ, ആരെയും നശിപ്പിക്കാലോ? അതൊരാളുടെ കറാമത്തൊന്നുമല്ല. സിഹർ ചെയ്തുകൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ ആർക്കാ അവിടെ കഴിയാത്തത്? സിഹർ സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് സിഹറിന്റെ ആളുകൾ, ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ആർക്കെതിരെയാണോ ഇത്തരം കുതന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചത്, നിർബന്ധമായും അവരുടെ കാലിൽ വീണ് മാപ്പ് കേട്ടാലല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കാൻ കഴിയില്ല. അതിന്റെ യാതന മരണപ്പെടുന്നതിന് മുമ്പ് അനുഭവിക്കാതെ മരിച്ചു പോവുകയില്ല. സിഹർ ചെയ്ത് ആളുകളെ നശിപ്പിക്കുക. ഏതെങ്കിലും ഒരാളൊരു ബിസിനസ് തുടങ്ങി കച്ചവടം വളരെ ഉഷാറായാൽ ഇപ്പുറത്തുള്ള ഷോപ്പുകാർ അയാൾക്കെതിരെ സിഹർ ചെയ്യുക. എന്തിനാണ്? നിങ്ങൾക്ക് നഷ്ടമില്ലാവോ? നിങ്ങൾക്ക് കച്ചവടം തരുന്നത് അള്ളാഹുവാണ്. അയാൾ ഷോപ്പ് തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? അത് അള്ളാഹു അല്ലേ അയാൾക്കും കൊടുക്കുന്നത്, നിങ്ങൾക്കും തരുന്നത് അള്ളാഹു അല്ലേ? പിന്നെ എന്തിനീ പണിയെടുക്കണം? എന്തൊരു വൃത്തികേടാണത്. അതുകൊണ്ട് ആരെങ്കിലും ഇത്തരം തോന്നിവാസങ്ങളിൽ, വൃത്തികെട്ട പണികളിൽ ആരെങ്കിലും ഏർപ്പെടുന്നുണ്ടെങ്കിൽ, സിഹർ പോലെയുള്ള, അത് ഉസ്താദുമാരായാലും ശരി, നാട്ടുകാരായാലും ശരി, ജ്യോത്സ്യന്മാരുടെ സമീപത്തേക്കൊക്കെ പോയി അവർക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളും നൽകി മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവിലെയും ആഖിറത്തിലെയും പരാജിതൻ അവനല്ലാതെ പിന്നെ ആരാ? ഒരുപക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യൻ സിഹറിന്റെ പേരിൽ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് വിരലിലെണ്ണാവുന്ന ജീവിതം ഇവിടെ ജീവിച്ച് തീർന്നു പോയേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾ വളരും, അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾ ഉന്നതമായ സ്ഥാനത്തെത്തും. പക്ഷേ ശാശ്വതമായ അനശ്വരമായ ആ ലോകത്ത് നരകത്തിന്റെ തീജ്വാലകളിൽ വിറക് കൊള്ളിയായി ജീവിക്കേണ്ട ഗതികേട് ഇത്തരം ആളുകൾക്കുണ്ടാകുമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അത് പറയാൻ തന്നെ പേടിയാണ്, തമാശയൊന്നുമില്ല. ദിക്റുകളായിട്ട് എപ്പോഴും നടന്നോളൂ. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് 2-3 ആളുകൾ നന്നായിട്ട് സിഹർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. എല്ലാവരും പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കൊന്നുമില്ല. പിന്നെ ചില ആൾക്ക് പണി കണ്ട ആളൊക്കെ നിങ്ങൾക്ക് സിഹറുണ്ട്, പെട്ടെന്ന് ബാത്തിലാക്കണം. എന്തപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഒരു 50,000 തന്ന് ഞാൻ ബാത്തിലാക്കി തരാം. തൽക്കാലം അയാൾ ബാത്തിലാക്കണ്ട. മനസ്സിലായേ? ഈ 50,000 10,000-ന്റെ കണക്ക് പറയുന്നില്ലേ, അവരെ കൊണ്ട് ബാത്തിലാക്കണ്ട. പച്ചക്കളമാണത്. അവരെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ബാത്തിലാക്കാൻ വേണ്ട, അത് ബാത്തിലാവൂല്ല. ഈ പൈസ ചോദിച്ചിട്ട് സിഹർ ബാത്തിലാക്കുന്ന ആളുകളുണ്ടല്ലോ, വെറും പക്ക ബിസിനസ്സാണ്.
എന്തിനാ സിഹിർ ബാത്തിലാക്കാൻ? എന്തിനാ 50,000? സിഹിർ ബാത്തിലാക്കാൻ എന്തിനാ 50,000? അതൊക്കെ മന്ത്രിച്ചൂതി അതിൻ്റെ മേഖലകളിൽ പഠനം നടത്തി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങൾ ഇത്തരം മജീഷ്യന്മാരുടെ അടുത്തേക്കോ സിഹിർ ബാത്തിലാക്കി ഇത്ര തരണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോവുകയും ചെയ്യരുത്. പാക്ക ബിസിനസ്സാണത്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഫായ്ദ ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു സിഹിറും ഉണ്ടാവില്ല. വെറുതെ പറയും നിങ്ങളെ സിഹിറാണ് നിങ്ങളെ ഈ കൈവേദനക്ക് കാരണം, നിങ്ങളെ സിഹിറാണ് നിങ്ങളെ ക്യാൻസറിന് കാരണം, നിങ്ങളെ കച്ചവടം പൂട്ടാൻ കാരണം സിഹിറാണ്. എന്താ ഇവിടെ എല്ലാവരും കച്ചവടം പൂട്ടി സിഹിർ ചെയ്തിട്ടാ? വെറുതെ പറയും, പച്ചക്കള്ളം പറയും, സിഹിർ ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെയെന്ന്. അതുകൊണ്ട് ഇത്തരം ചൂഷണം ചെയ്യുന്ന ആത്മീയ ചൂഷകരുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയാം. സിഹിർ ബാത്തിലാക്കാൻ 50,000-ന്റെ 1,00,000-ന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എത്രയോ നല്ലവരായ ആളുകളുണ്ട്, ഉസ്താദുമാരൊക്കെ ഈ മേഖലയിൽ പഠിച്ചവർ 5 പൈസ പ്രതിഫലം വാങ്ങാതെ സിഹിർ ബാത്തിലാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ബർക്കത്തിന് കൊടുത്തവർ വാങ്ങും, കൊടുത്തില്ല അവർക്ക് പ്രശ്നമില്ല. നിങ്ങളൊക്കെ പോയിട്ട് എനിക്കിഷ്ടം പോലെ ആളുകളെ 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് സിഹിർ ബാത്തിലാക്കി എന്നൊക്കെ വലക്ക ബാത്തിലാക്കി. നിങ്ങൾ സിഹിറല്ല. അതുകൊണ്ട് ആ പണിക്കാരും പോകണ്ടം വേണ്ട. അത്തരം ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തുക. സിഹിർ ബാത്തിലാക്കാൻ പഠിക്കുന്ന നല്ല യോഗ്യരായ ആളുകളുണ്ട്, അവർ കാശൊന്നും വാങ്ങൂല, അവർ ആത്മാർത്ഥമായി ചെയ്യും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് ഖുർആൻ ഓതാ. നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് ഞാൻ 3 ആദ്യം പറഞ്ഞില്ലേ, അതിൻ്റെ വിശദീകരണം ഞാൻ അവസാനമായിട്ട് പറയാം. എന്താ ഈ നഷ്ടമില്ലാത്ത കച്ചവടം? അതിലൊക്കെ പൊട്ടു ഈ സിഹിറൊക്കെ. സിഹിർ ബാത്തിലാക്കാൻ കൊടുക്കുന്ന 50,000 ഖുർആൻ ഓതിയാൽ നിങ്ങൾക്ക് 50,000 ലാഭമാവും. ഖുർആൻ ഓതിയാൽ സിഹിറിനെ തടയും, സ്വതക്ക സിഹിറിനെ തടയും. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. എന്തെങ്കിലും ഊർക്കും കടലാസും എന്തൊക്കെ ചുരുട്ടി കൊണ്ടുപോയി ഒരാളെ വണ്ടിയിലിടുക, ഒരാളെ വീട്ടിൽ കൊണ്ടുപോയിടുക, വീടിൻ്റെ മുറ്റത്തിടുക. ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്യുന്നവരൊക്കെ മൊയിലാമാരായി നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ വിഷമം. അള്ളാഹു കാക്കട്ടെ. വേദാലും ഇത്തരം ആളുകൾ, സിഹിർ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നവനും നാളെ സ്വർഗത്തിൽ കിടക്കൂല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനും നാളെ സ്വർഗത്തിൽ കിടക്കൂല. കുടുംബബന്ധം തെറ്റിയിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ മരിച്ചു പോയാൽ സ്വർഗത്തിൽ കിടക്കൂല, ഉറപ്പായിട്ടും കിടക്കൂല. ഈ ഇരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ കുറേ താടിയും തൽപ്പാക്കം വെച്ച് ഹിജാബും പർദ്ദയൊക്കെ ധരിച്ച് വേദനയൊക്കെ വന്നിരുന്നിട്ട് എന്താ വലിയ വേദന 2 മണിക്കൂർ കേട്ടു, എന്നിട്ട് വീട്ടിൽ പോയിട്ട് സ്വന്തം ജ്യേഷ്ഠത്തിയോടും അനുജത്തിയോടും മിണ്ടുന്നില്ല, പിണക്കാണ്. സ്വന്തം ഉപ്പയുടെ കുടുംബക്കാർ മൂത്താപ്പയോട് മിണ്ടാതെ കൊല്ലങ്ങളായി. പിന്നെ എന്തിനാ ഈ ടവലൊക്കെ കെട്ടി വേദന വരുന്നെന്തിനാ? ഒരു ഫായ്ദയില്ല, ഒരു ഉപകാരമില്ല, ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. കുടുംബത്തിൽ തെറ്റി നിൽക്കുന്ന ഒരാളുടെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. ശ്രദ്ധിച്ചോ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ. നിങ്ങൾ ഇവിടെ വന്നത്, ഞാനടക്കം ഇവിടെ വന്നത് എന്തെങ്കിലും നന്മ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുക്കണം, നന്നാവണമെന്നുള്ള ഉദ്ദേശത്തോടെയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായി ചെവി തുറന്നുകൊണ്ട് കേട്ടോളൂ. നിങ്ങളുടെ നിസ്കാരം ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല, നിങ്ങളുടെ ഒരു നോമ്പും അള്ളാഹു സ്വീകരിക്കില്ല, നിങ്ങളുടെ ഒരു സ്വതക്കയും അള്ളാഹു സ്വീകരിക്കില്ല, നിങ്ങളുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. ഹബാഅം മൻസൂറാ, ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയായി അല്ലാഹു തആല നിങ്ങളുടെ നന്മകളെ വലിച്ചെറിയും. എപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് പോയി സലാം പറയലാണ്. അല്ലാതെ നിങ്ങളൊരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാവൂല. ആദ്യം ചെയ്യേണ്ടത് അവരോട് പോയി സലാം പറഞ്ഞ് മിണ്ടലാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ്, ഒരു സലാമെങ്കിലും പറഞ്ഞോളി, വാട്സപ്പിലെങ്കിലും, അല്ലെങ്കിൽ മനസ്സിൽ നിയ്യത്ത് ചെയ്തോളൂ, ഞാൻ ഇന്നു മുതൽ എൻ്റെ പിണക്കം മാറ്റി വേദ കഴിഞ്ഞുടനെ ഞാൻ സലാം പറയുമെന്നുള്ളൊരു നിയ്യത്തെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. അല്ലാതെ നിങ്ങൾ രാവിലെ ഒരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് എൻ്റെ കടം തീർക്കണേ, അല്ലാഹുവേ എൻ്റെ വീട്, അല്ലാഹുവേ എൻ്റെ മക്കൾ, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണം എന്നിങ്ങനെ കരഞ്ഞിട്ട് ഒരു ഉപകാരവും ഉണ്ടാവൂല. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് നിങ്ങളുടെ കൈ ഉയർത്തി വിളിക്കുന്നു എന്നല്ലാതെ അല്ലാഹു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ചെയ്യേണ്ടത് അമൽ സ്വീകരിക്കാൻ. ശ്രദ്ധിക്കും ഇവിടെ
അമൽ സ്വീകരിക്കാൻ, നിസ്കാരം സ്വീകരിക്കാൻ, സ്വതക്ക സ്വീകരിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിൽ എവിടെയെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവരുമായി പിണക്കം മാറ്റി സംസാരിച്ചുകൊണ്ട് നല്ല ബന്ധത്തിലാവലാണ്. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ നിസ്കാരം, അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ വാദകൾ, എല്ലാം അത് കഴിഞ്ഞിട്ട് മതി. അതിന് നിങ്ങൾ റെഡിയാണോ എങ്കിൽ മാത്രം ബാക്കി വാദ തുടർന്നാലും മതി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈഗോ നമ്മളൊന്നൽപ്പം മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ അഹങ്കാരം മാറ്റിവെക്കാനുണ്ട്. അയാൾ വന്ന് മിണ്ടട്ടെ എന്ന് ഒരാൾ ചിന്തിക്കാതെ, അയാൾ വന്ന് സംസാരിക്കട്ടെ, ഞാൻ അയാളുടെ മുമ്പിലേക്ക് പോവൂല, ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോവൂല, അയാൾ എവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞ് സംസാരിക്കട്ടെ, ഞാനല്ലേ വലുത്, ഞാനല്ലേ സീനിയർ, എൻ്റെ കയ്യിലല്ലേ ക്യാഷ് ഉള്ളത് എന്ന് വിചാരിച്ച അഹങ്കാരത്തിന്റെ ഒരു അംശം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും നിങ്ങൾ എത്തൂല എന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ മനസ്സിൽ കിബറില്ലേ? ഒരംശം പോലും കിബറില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ കൈപ്പൊക്കെ മനസ്സിലായി. ഒരംശം പോലും കിബറില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ കൈപ്പൊക്കെ 1 2 3 ആകെ 3 ആളുകൾ, 4 ആള്, 5. സ്വർഗത്തിലെത്തുന്ന ആളാകെ 10 ഉള്ളൂ. ബാക്കിയൊന്നും സ്വർഗത്തിലെത്തൂല. കിബറിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെത്തൂല എന്ന് നബി തങ്ങൾ പറഞ്ഞു. നിങ്ങൾ തന്നെ സമ്മതിച്ചു എനിക്ക് കിബറുണ്ട് അല്ലെ? ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ, അയാൾ പറഞ്ഞ അയാൾ കിബറനാണ്, അതെനിക്ക് വെറുതെ പറയാം, അയാൾ കിബറൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. ഇപ്പൊ നമ്മൾ തന്നെ സമ്മതിച്ചു നമുക്ക് കിബറുണ്ട്, സ്വർഗത്തിലെത്തോ? ആദ്യം നമ്മുടെ കിബർ മാറ്റിവെക്കണം. കിബറുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തൂല എന്ന് നബി തങ്ങൾ. ഒരംശം കിബറുണ്ടെങ്കിലും മതി. കിബർ മാറ്റിവെക്കണം, ഈഗോ മാറ്റിവെക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മുടെ അഹങ്കാരവും നമ്മുടെ എല്ലാ കിബറും മാറ്റിവെച്ച് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ നിങ്ങളോട് ഒരു സംഭവമല്ല, ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശദമായി നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വേറെ എങ്ങോട്ടും പോകുന്നില്ല, ദാമ്പത്യ ജീവിതമൊന്നും ഞാൻ പോകുന്നില്ല, അതിനൊന്നും സമയം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹ്സനന്നാസി ഇസ്ലാമൻ അഹ്സനുഹും ഖുലുഖാ. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും നല്ല മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? ഈ കൂടിയിരിക്കുന്ന ഇത്രയും ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരും, സുബഹിക്ക് രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന ഒരു ആചാര്, എപ്പോഴും കയ്യിൽ തസ്ബീഹ് മാലം പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ തസ്ബീഹ് മാലം പിടിച്ച് നടക്കുന്ന ആജിമാര്, ആരെ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക? അല്ലേ? അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ മുസ്ലിം, ഏറ്റവും മിന്ന അഹ്സനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതാ ഓർമ്മ വരിക. എന്നാൽ അവരല്ല, അവരൊക്കെ സീറോ ആണ്. ആരാ? ഇന്ന അഹ്സനന്നാസ് ഇസ്ലാമൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? അവനാണ് നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല സ്വഭാവക്കാരൻ. ആർക്കും പരാതിയില്ല. അങ്ങനെയുള്ള ആളുണ്ട് നാട്ടില്? ആർക്കും അയാളെ കുറിച്ച് പരാതിയില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഒരു മനുഷ്യൻ പോലും അയാളെ കുറിച്ചിട്ട് അയാളൊരു പോരാ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ പിതാവുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്, നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലി മരണപ്പെട്ടു പോയ ആളാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലോ കുടുംബത്തിലോ ഇന്ന് വരെ ഒരാൾ അയാൾ പോരാ എന്നോ അയാൾക്ക് എന്തെങ്കിലും ഒരു മോശമായ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ടാവും ഗൾഫിൽ, അവരും പറഞ്ഞിട്ടില്ല. അത്രയും നല്ല സ്വഭാവം. ഒരാൾക്കും ഈ മനുഷ്യനെ കുറിച്ച് പരാതിയില്ല, ഒരാൾക്കും ഈ മനുഷ്യനോട് വെറുപ്പില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇയാൾ ഇടപെടുന്നില്ല. അതന്നെ കാരണം. നമ്മൾക്ക് എന്താ, നമ്മുടെ ജീവിതം നോക്കാൻ സമയമില്ല. അപ്പുറത്തുള്ള അയാളെ നോക്കണം, അയാൾ എവിടെ പോകുന്നുണ്ട്, അയാൾ എവിടെ വരുന്നുണ്ട്, അയാൾ തിന്നുന്നുണ്ടോ, അയാൾ കുപ്പായ എവിടെയാണ്, തലപ്പാവ് നെറ്റിയിലാണോ, അല്ല താടി ചെറുതായിട്ടുണ്ടോ, നെരിയാണിക്ക് തായാണോ, അയാൾ ചെരുപ്പിട്ടിനോ, അയാളെ വണ്ടിയുടെ വലുപ്പേതാ, ഇതന്നെ നമ്മളെ പണി. എല്ലാം മറ്റുള്ളവരെ നോക്കാം. എന്നെ നോക്കാൻ എനിക്ക് സമയമില്ല. ഇന്ന് എനിക്കൊരാൾ മെസ്സേജ്, ഉസ്താൻ മറ്റേ എന്താണ് നമ്മുടെ തലപ്പാവ് നെറ്റിയിലേക്ക് വീഴുന്നുണ്ട്, അത് അനുവദനീയമാണോ അല്ലേ എന്ന് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞുതരണം. ഞാൻ അയാളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, തെറ്റാണ് ഹറാമാണ് എന്ന് എവിടെങ്കിലും കണ്ട എന്നോട് പറഞ്ഞു തരണം, ഞാൻ മാറ്റിക്കോളാം.
മനസ്സിലായ? ഇത് നമ്മൾ മനഃപൂർവ്വം ഇങ്ങനെ ഇടാം, തൽപ്പാകട്ടം ഇങ്ങനെയാണ് ആവുള്ളൂ. ചില തൽപ്പം അങ്ങനെയാണ്. ഇത് മനഃപൂർവ്വം ഇങ്ങനെ നെറ്റ് ഇങ്ങനെ ഇട്ട് വരുന്നില്ല. അദ്ദേഹം പറയണത് ഏത് വിഷയമാണെങ്കിലും അനുവദനീയമായതല്ലല്ലോ, പാടില്ലാത്തതല്ലേ പറയാം. ഇത് പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ താറ്റങ്ങൾ ഇത്ര ഉണ്ടാവും. ഇത് എല്ലാവരുടെ തൽപ്പം ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഒരാൾ മെസ്സേജ് അയച്ചാണ്. ഇതാണ് വേണ്ടി ഉസ്താദിൻ്റെ തൽപ്പാവയുടെ താടി വലുതുണ്ടോ ചെറുതുണ്ടോ, അയാൾ ചെരുപ്പിട്ടിനെ ഇട്ടിട്ടില്ലേ, ഇത് എന്തിനാ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കണി ഇങ്ങനെ നോക്കിയാൽ പോരെ. ഓരോ ആളുകൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ വേദ പറയുന്നത് ഓരോ ആളുകളുടെ തെറ്റ് നിങ്ങൾ ഇതിനെ അങ്ങനെ ആക്കിയെന്നല്ല. പൊതുവേ ഇന്നായിരുന്നൊരു വിഷയം ഇവിടെ പറയണം, അത് ചർച്ച ചെയ്യുന്നു നമ്മൾ. നമ്മൾ വ്യക്തിപരമായി മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാതെ നമ്മുടെ തെറ്റുകളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എല്ലാവരും മറ്റുള്ളവരെ നോക്കി നടക്കും. നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവക്കാരനായി മാറാൻ ആഗ്രഹമുണ്ടോ? മറ്റുള്ളവരുടെ വിഷയം നിങ്ങൾ നോക്കണ്ട, നിങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ മതി. ദയവ് ചെയ്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. അവരെന്തും ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. സ്വന്തം കാര്യം. മറ്റുള്ളവരെ നോക്കി ഓരോ ആളുകളുടെ കുറ്റവും കുറവും പറഞ്ഞിങ്ങനെ നടക്കരുത് ദയവ് ചെയ്തിട്ട്. എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ ഉണ്ടാക്കും, അതിലൊരു സത്യം പോലും ഉണ്ടാവില്ല. സത്യത്തിന്റെ ഒരു അംശമെങ്കിലും വേണ്ട. 100 കണക്കിന് ആരോപണങ്ങളിൽ ഒന്നിന് പോലും ഒരു സത്യം ഉണ്ടാവുക എന്നുള്ള ഒരു സത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ആരോപണം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകളും ന്യൂനതയും നോക്കി നടക്കാതെ നിങ്ങൾ നിങ്ങളെ കാര്യം ചെയ്ത് മിണ്ടാണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്ന നല്ല സ്വഭാവമായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൽസ്വഭാവികൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ എൻ്റെ എമോഷനിൽ കണ്ടൊരു പ്രത്യേകത അതാണ്. മറ്റുള്ളവരുടെ ഒരു വർത്തമാനം പറയില്ല, മറ്റുള്ളവരുടെ കുറവ് പറയില്ല, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കില്ല. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ഇടപെടുള്ളൂ. ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന അഹ്സനന്നാസി ഇസ്ലാമൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല സൽസ്വഭാവക്കാരാണ്. നിങ്ങളുടെ നാട്ടിലുള്ളവരിൽ ആർക്കും പരാതിയില്ലാത്ത, ആർക്കും അയാളെ കുറിച്ച് എതിരഭിപ്രായമില്ലാത്ത, എല്ലാവരും നല്ലതേ പറയുന്നുള്ളൂ, എല്ലാവർക്കും അയാളോട് ഇഷ്ടമാണെങ്കിൽ അവരാണ് ഏറ്റവും നല്ല മുസ്ലിം. പിന്നെ പൊതുമേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് ആരോപണം ഉണ്ടാകും എന്ന് വെച്ചാൽ അയാൾ മോശക്കാരനാണെന്നല്ല. രാഷ്ട്രീയത്തിലോ സംഘടനയിലോ പൊതുവേദികളിൽ ഇടപെടുന്ന ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകും. അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ വരെന്തിനേറെ ഈ സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഫിറോസിനെ പോലെയുള്ള ആളുകളൊക്കെ, അവർക്കെതിരേക്ക് അനാവശ്യമായിട്ട് എന്തൊക്കെയോ ആരോപണങ്ങൾ എത്ര പേരുണ്ടാകുന്നുണ്ട്. അവർ വീട്ടിൽ മിണ്ടാണ്ടിരുന്ന ആരും ആരോപിക്കൂലായിരുന്നു. ഇവർ സ്വന്തം വീട് പോലും നിർമ്മിക്കാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയാ കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. അതാ പറഞ്ഞു, പൊതുമേഖലകളിലുള്ള ആളുകൾ, രാഷ്ട്രീയക്കാര് സംഘടനക്കാരൊക്കെ ആകുമ്പോൾ പൊതുവെ ഒന്നുമില്ലെങ്കിലും അസൂയ കൊണ്ടൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കും. ഒന്നുമില്ലാത്ത ആളുകൾ, ഒരു സ്ഥാനമില്ല, ഒന്നുമില്ല, എന്നിട്ടും നമ്മൾക്കെതിരെ ആളുകൾ നമ്മൾക്കെതിരെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്തോ പ്രശ്നം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. ഇനി പൊതുമേഖലകളിലുള്ള ആളുകളാണെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒന്ന് നമ്മൾ സ്വയം ശ്രദ്ധിക്കുക, ഈ ആരോപണം എന്നിലുണ്ടോ, അല്ല വെറുതെ പറയാണോ, ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന അഹ്സനന്നാസി ഇസ്ലാമൻ അഹ്സനുഹും ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വൽസ്വഭാവികളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും നല്ല മുസ്ലിം. ഒന്നെണീറ്റ് നിന്നിട്ടിരിക്കണോ? വേണമെങ്കിൽ ഒന്നെണീറ്റ് നിന്നിട്ടിരുന്നോളൂ. ഒന്നെണീറ്റ് നിന്നിട്ട് അതേപോലെ ഇരുന്നോളൂ. അയ്യോ, പോകേണ്ട ആളുകൾക്ക് പോകും ചെയ്യാമല്ലേ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ നിർത്താൻ കുറേ നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നിർത്താൻ വേണ്ടി പോവാണ്. വഇന്ന അക്മലഹും ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? നേരത്തെ പറഞ്ഞത് മുസ്ലിമാണെങ്കിൽ ഇവിടെ പറയുന്നത് മുഅ്മിനാണ്. ഏറ്റവും പരിപൂർണനായ മുഅ്മിൻ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നിങ്ങളുടെ നാട്ടിലുള്ള പരിപൂർണനായ മുഅ്മിൻ. വഇന്ന മിൻ അഹബ്ബി ഇബാദില്ലാഹി ഇലല്ലാഹി അഹ്സനുഹും ഖുലുഖാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരോടാണോ?
ആണോ? അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടന്മാരോടാണ്. അഹ്സനുഹും ഖുലുഖാ, സ്വൽസ്വഭാവികളായ ആളുകളോടാണ്. അതേപോലെ വഇന്ന മിൻ അഖറബിൽ മുഅ്മിനീന മജ്ലിസൻ മിൻ റസൂലില്ലാഹ്, നാളെ സ്വർഗ്ഗത്തിലെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊട്ടടുത്ത് ഇരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആരാണ്? അവരും സ്വൽസ്വഭാവികളാണ്. അതേപോലെ തന്നെ അള്ളാഹു നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വൽസ്വഭാവമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെയോ വഅന്നഹു മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന സമയത്ത് ഒരാളുടെ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാരം നൽകുന്ന അമൽ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നാളെ മഹ്ശറ ലോകത്ത് നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തുലാസില്ലേ? ഹലോ, നാളെ മഹ്ശറ ലോകത്ത് നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തുലാസില്ലേ? ആ തുലാസില് എന്തിട്ടാലാണ് നല്ല ഭാരം ഉണ്ടാവുക? നമ്മുടെ ഹജ്ജ് കൊണ്ടുപോയിട്ടു 2 മാസം അധ്വാനിക്കുന്നതല്ലേ, ഭാരം ഉണ്ടാവോ? ഇല്ല. നമ്മുടെ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാരം നൽകുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വൽസ്വഭാവമാണ്, ഒരാളുടെ പെരുമാറ്റമാണ്. സ്വൽസ്വഭാവിയായ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തുലാസിന് നല്ല ഭാരമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ തഹജ്ജുദ് ഒരുപാട് നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആൻ ഒരുപാട് ഓതിയിട്ടില്ല, സ്വതഖ ഒരുപാട് ചെയ്തിട്ടില്ല, കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളൊരു സ്വൽസ്വഭാവിയാണ്. ആരെക്കുറിച്ചും നിങ്ങൾ പരാതി പറയാറില്ല, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നോക്കി നിങ്ങൾ നടക്കാറില്ല, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ ആകെ ചെയ്തത് 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. കഴിവിന്റെ പരമാവധി ഹറാമിൽ നിന്നൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തുള്ള വീട്ടുകാരൻ 3 മണിക്കെണിച്ചു തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. ഒരു ജുസ് എല്ലാ ദിവസവും 1, 2, 3 ജുസ് ഓതുന്നവരാണ്, 3 ഖത്തം തീർക്കുന്നവരാണ്, ദുഹാ നിസ്കരിക്കുന്നവരാണ്, അതേപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, സ്വലാത്തുകൾ ചെല്ലുന്നവരാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തി 2 പേരുടെയും തുലാസ് തൂക്കി നോക്കുമ്പോൾ ഇയാളുടെ നന്മകൾ കൊണ്ട് തുലാസിന് ഭാരം വരുന്നില്ല. എന്നാൽ ഇപ്പുറത്തുള്ളവന്റെ സ്വൽസ്വഭാവം കൊണ്ട് തുലാസിന് ഭാരം വരുന്നു. നന്മ വെച്ച് നോക്കിയാൽ അയാളാണ് മുൻകടക്കേണ്ടത്, തഹജ്ജുദ് വെച്ച് നോക്കിയാൽ അയാളാണ് രക്ഷപ്പെടേണ്ടത്, സുന്നത്ത് നിസ്കാരം നോക്കിയാൽ അയാളെ രക്ഷപ്പെടേണ്ടത്. പക്ഷേ ഒന്നുമില്ലാതെ ഇയാളെ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? ഇയാളുടെ സൽസ്വഭാവം തുലാസിന് ഭാരം നൽകി. അതുകൊണ്ട് എല്ലാവരും സ്വൽസ്വഭാവികളായി മാറാൻ, എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ശല്യമുണ്ടാവരുത്, എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ശല്യമുണ്ടാവരുത് എന്ന് ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും തീരുമാനിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു സംഭവം, വഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വായിമിൽ ഖായിം. രാത്രി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ ഒരൊറ്റ വുളൂ കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച ഒരാൾ, രാത്രി ഉറങ്ങാതെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ച ഒരാൾ, രാത്രി ഉറങ്ങിയിട്ടില്ല, മഗ്രിബിന്റെ വുളൂ കൊണ്ടാണ് അയാൾ സുബഹി നിസ്കരിച്ചത്. എന്നാൽ രാവിലെയായാൽ അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിറയെ നോമ്പാണ്, എല്ലാ ദിവസവും നോമ്പാണ്. 60 വർഷം അയാൾ അങ്ങനെ രാത്രി ഉറങ്ങാതെ രാവിലെ ഭക്ഷണം കഴിക്കാതെ നോമ്പുകാരനായി ജീവിച്ചു. അയാളുടെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ, അയാളുടെ വളരെ മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു സത്യവിശ്വാസിക്ക് സ്വഭാവം നന്നാക്കലോടുകൂടി നിരന്തരമായി ഉറങ്ങാതെ നിസ്കരിക്കുന്ന, നിരന്തരമായി രാവിലെ നോമ്പെടുക്കുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെക്കാളും കൂടുതൽ പ്രതിഫലം ഒരാളുടെ സ്വഭാവത്തിന് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ കുറെ രാത്രി ഉറങ്ങാതെ നിസ്കരിച്ചിട്ടില്ല, സുന്നത്ത് നോമ്പ് എടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കി. എന്നാൽ നിങ്ങളുടെ അയൽവാസിയാണെങ്കിലോ തഹജ്ജുദ് എല്ലാ ദിവസവും ആകെ 1 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ, സുന്നത്ത് നോമ്പ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ സ്വഭാവം മോശമാണ്, സ്വഭാവം മോശമാണ്. അയാളെക്കാളും മുൻപന്തിയിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്നത് നിങ്ങളായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നാക്കിയാൽ ഏറ്റവും ഉന്നതമായ അല്ലാഹുവിന്റെ ദറജ
കരസ്ഥമാക്കാൻ ഒരാൾക്ക് കഴിയുമെന്നാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, വൽ ഖുലുഖുൽ ഹസൻ, സ്വഭാവം എന്നുള്ളത് യുദീബുൽ ഖതായ, ഒരാൾ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകളെ മായ്ച്ചു കളയുമെന്നാണ്. കമാ യുദീബുൽ മാഉൽ ജലീദ്, എങ്ങനെയാണോ ഐസ് ക്യൂബുകളെ ഒരു വെള്ളം മെൽറ്റ് ചെയ്യുന്നത്, അതേപോലെ സ്വഭാവം ഒരാളുടെ തിന്മകളെ അലിയിച്ചു കളയുമെന്ന്, തിന്മകളെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു പാല് മിൽമയുടെ ഒരു പാക്കറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചു, അത് കട്ട കെട്ടി. അപ്പൊ അതിനെ മെൽറ്റാക്കുന്നത് എങ്ങനെ? അതിനെങ്ങനെ ഉരുക്കലെങ്ങനെ? കൊണ്ടുപോയി വെള്ളത്തിലിടും, അങ്ങനല്ലേ ചെയ്യാ? അല്ലെ, മാംസം, ഇറച്ചി, കോഴിയൊക്കെ കൊണ്ടുവന്ന വേഗം കൊണ്ടുപോയിട്ട് അതിനെ എന്ത് ചെയ്യും? ഫ്രോസൺ ആക്കും, നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. പെട്ടെന്നൊരു അതിഥി വന്നപ്പോൾ അത് ഫുള്ള് ഐസും കട്ടായിട്ടുണ്ട്, അതിനിപ്പോൾ അതേപോലെ മുറിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ പെണ്ണുങ്ങൾ വേഗം കൊണ്ടിട്ട് എൻ്റെ വെള്ളത്തിലിടും. അപ്പോൾ വെള്ളം ഒരു ഐസ് ക്യൂബിനെ എങ്ങനെയാണോ മെൽറ്റ് ചെയ്യുന്നത്, ഉരുക്കുന്നത്, അതേപോലെ ഒരാളൊരു തെമ്മാടിയാണെങ്കിലും ശരി, തെറ്റുകൾ ഒരുപാട് ചെയ്തവനാണെങ്കിലും ശരി, അയാളുടെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ അയാൾ ചെയ്ത തിന്മകളെ ഈ സ്വഭാവം മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉരുക്കി കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ മരണപ്പെടാൻ സൽസ്വഭാവികളായ ആളുകൾക്ക് സാധിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇനി ശ്രദ്ധിക്ക്, വലിയൊരു ആബിദാണ്, പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, പക്ഷേ സ്വഭാവം വളരെ മോശമാണ്. വൽ ഖുലുഖുസ്സൂ, മോശപ്പെട്ട സ്വഭാവം യുഫ്സിദുൽ അമല, അയാളുടെ തഹജ്ജുദ് നിസ്കാരത്തെ നശിപ്പിക്കുമെന്നാണ്. അയാൾ ഓതുന്ന ഖുർആനിനെ ബാത്തിലാക്കുമെന്നാണ്. അയാളുടെ നോമ്പിനെ ബാത്തിലാക്കുമെന്നാണ്. അയാളുടെ സ്വതഖയെ ബാത്തിലാക്കുമെന്നാണ്. ഏതുപോലെ? കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല, തേനിലേക്ക് സിർക്ക ഒഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു തേന് നശിച്ചു പോകുന്നത്, അതേപോലെ ദുസ്വഭാവിയായ ഒരാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. അയാളുടെ എല്ലാ അമലും നശിച്ചു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തേനിലേക്ക് സിർക്ക ഒഴിച്ചിട്ടുണ്ടോ? തേനിലേക്ക് സിർക്ക ഒഴിച്ചാൽ തേന് മോശമാവോ? ഒഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. പാലിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചാൽ പാല് കേടാവോ? ആവല്ലേ? അതിപ്പോ തൽക്കാലം ഞാൻ മനസ്സിലാക്കിക്കോളൂ. ഇനി തേന് വേണമെങ്കിൽ വീട്ടിൽ വിട്ടൊന്ന് പരീക്ഷിച്ചു നോക്ക്. എങ്ങനെയാണോ സിർക്ക ഒരു തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ ഒരു ആബിദിന്റെ സർവ്വ ഇബാദത്തുകളെയും അയാളുടെ ദുസ്വഭാവം നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ വളരെ സ്വഹീഹായ ഹദീസുകളാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ആരോടും പകയില്ലാതെ, ആരോടും ചൊടിയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ ഇബാദത്ത് എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുക. കുറേ തസ്ബീഹ് മാലൊക്കെ പിടിച്ചിട്ട് ജീവിതത്തിന്റെ ഒട്ടുമിക്ക സമയങ്ങളും ദിക്റും സ്വലാത്തും ചൊല്ലി ജീവിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ട ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ആരാന്റെ ചീത്തയും ഫിത്നയും ഫസാദും പറഞ്ഞ് കണ്ടവരോടൊക്കെ ഇങ്ങനെ വെറുതെ ആളുകളുടെ ഫിത്നയുണ്ടാക്കി ഫസാദുണ്ടാക്കി നടന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോയി ഒന്നാമത്തെ സഫിലിരുന്നിട്ട് ഇമാമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചിട്ട്, നിസ്കാരം കഴിഞ്ഞ് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് പള്ളിയുടെ കോലായിൽ, പള്ളിയുടെ വരാന്തയിൽ വന്നിരുന്നിട്ട് വീണ്ടും മറ്റുള്ളവരുടെ ഫിത്നയും ഫസാദും പറഞ്ഞ് അടുത്ത അസർ ബാങ്കാകുമ്പോൾ വീണ്ടും പള്ളിയിലേക്ക് വന്നിട്ട് മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിട്ട് ഇശാ വരെ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മറ്റുള്ളവന്റെ ചീത്തയും ഫിത്നയും ഫസാദും ആരോപണങ്ങളും ഉണ്ടാക്കി ജീവിതത്തിൽ സ്വഭാവം നന്നാക്കാതെ മറ്റുള്ളവന്റെ കുറവും കുറ്റവും നോക്കി നടന്ന് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞ് നടന്ന ആളുകൾ, ശ്രദ്ധിച്ചോ, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ വട്ടപൂജ്യമാണ്, സീറോ. ഒന്നും ഒരു അമലും നിങ്ങൾക്ക് കിട്ടൂല. നാവ് സൂക്ഷിക്കാതെ ഒരാളും രക്ഷപ്പെടൂല. നാവ് സൂക്ഷിക്കാതെ ഒരാളും രക്ഷപ്പെടൂല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും ഞാൻ ഇനി ദുആ കഴിഞ്ഞിട്ട് പോകും. എല്ലാവർക്കും ദുആക്കെ കഴിഞ്ഞ് നമ്മൾക്ക് പെട്ടെന്ന് പേര് ഇൻഷാ അല്ലാഹ്. എത്ര ആളുകളെ നമ്മൾ ഇതുവരെ പറഞ്ഞത്? വലാ മുഅ്മിനും ബിസ്സഹർ വലാ ഖാതിഉർ റഹിം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ നാളെ
ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കൂല എന്നാണ്. പിന്നെയോ വലാ കാഹിൻ, ജോത്സ്യപ്പണി എടുക്കുന്നവർ, ജോത്സ്യപ്പണിയിൽ വിശ്വസിക്കുന്നവർ, വലാ മന്നാൻ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാ. ആരെങ്കിലും ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളോളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യമാരാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവമുള്ളത്. ഭർത്താവിനോട് പറയും, ഞാനല്ലേ നിങ്ങൾക്ക് അലക്കി തരുന്നത്, ഞാനല്ലേ നിങ്ങൾക്ക് അയൺ ചെയ്ത് തരുന്നത്, ഞാനല്ലേ നിങ്ങളുടെ വീടടിച്ചു വാരുന്നത്, ഞാനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പെണ്ണിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത പുതിയാപ്പിളമാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. സുബ്ഹാനല്ലാഹ്, ഒരു കുഞ്ഞു മോനില്ല. അല്ല, ഒന്നാം തരം പെണ്ണുങ്ങൾ എന്നിട്ട് നിങ്ങള് മാഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഒരാളില്ല കേട്ടോ, ഏതെങ്കിലും ഒരാളിനെ പേരെടുത്തിട്ട് നിങ്ങളെ മറ്റേ ഷോക്കേസിലൊക്കെ അതിനാ, പെണ്ണുങ്ങളെ കൊണ്ടിട്ട് ഷോക്കേസിലൊക്കെ ആയി നമുക്ക്. അപ്പൊ ഏതായാലും ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത ഒരാളില്ല. അപ്പൊ ഞാൻ പറയുന്നത്, സഹോദരിമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാ. അത് വെരി ചീപ്പാണ്, വളരെ മോശമാണത് ആ സ്വഭാവം. നിങ്ങൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയലോടുകൂടി നിങ്ങളുടെ ആ പുണ്യം നഷ്ടപ്പെട്ടു പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മോതിരൊക്കെ കൊടുക്കുന്ന വിഷയം. 2 ഗ്രാം ആണെങ്കിൽ 2 ഗ്രാം, അരപ്പവനാണെങ്കിൽ അരപ്പവന്. എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് അയാൾ തന്നിട്ടില്ല എന്നൊക്കെ പറയൂലേ, അതൊക്കെയാണ് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാന്ന് പറഞ്ഞാൽ. ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവർ വൃത്തികെട്ട സ്വഭാവമാണത്. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതെടുത്തു പറയാനേ പാടില്ല, അത് മറന്നേക്കണം. എന്നാൽ നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് മറക്കാൻ പാടില്ല. നിങ്ങളെ സഹായിച്ചാൽ മറക്കരുത്. എന്നെ ഒരാൾ സഹായിച്ചൊരു 10,000 രൂപ തന്നിട്ട് ഞാൻ ഖിയാമത്ത് നാളോളം അത് മറക്കാൻ പാടില്ല. ആ ഒരു കൃതജ്ഞത എനിക്കുണ്ടാവണം. എന്നാൽ നമ്മൾ ഒരാൾക്കൊരു 10,000 കൊടുത്താൽ അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. അയാളെ കാണുമ്പോൾ ഇങ്ങനെ നെഞ്ചു വിരിക്കാൻ പാടില്ല. അയാളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സമയങ്ങളിൽ അത്തരം വിഷയങ്ങൾ അവരോട് പറയാനും പാടില്ല. ചെയ്ത ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണോ ഏതെങ്കിലും ഒരു ആണോ എടുത്തു പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു ഭർത്താവോ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞാൽ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുക പോലുമില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലിയ ത്യാഗമാണ്. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. ഞാനതൊരിക്കലും മറക്കൂല. നമ്മുടെ ഹീറോയിൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാരാണ് എന്ന് നമ്മൾ പറയണം. നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യമാരൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ. എന്തേ? നമ്മൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നവരാണവർ. ഭാര്യയില്ലാതെ കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലേ? ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. വൈഫില്ലെങ്കിലും പ്രശ്നമില്ല, വൈഫൈ ഉണ്ടെങ്കിലും മതി എന്നാ പറയാ. അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. അവര് നമ്മൾക്ക് വേണ്ടി ചായ വേണമെന്ന് പറയുമ്പോൾ ചായ വെച്ചു തരുന്നുണ്ട്, വസ്ത്രം അലക്കി തരുന്നുണ്ട്, അയൺ ചെയ്ത് തരുന്നുണ്ട്. അവരില്ലെങ്കിലാന്നറിയാം ഈ അയൺ ചെയ്യാനുള്ള ക്ഷീണമൊക്കെ, അല്ലെ? ഭാര്യയുടെ വീട്ടിൽ പോയി പെട്ടെന്നൊരു സൽക്കാരത്തിന് പോകണം, നോക്കുമ്പോൾ കുപ്പായ അയൺ ചെയ്തിട്ടില്ല. അപ്പോഴറിയാം ഇതെത്ര ബെനുണ്ട്, ഇതൊക്കെ എത്ര മടുപ്പുണ്ട്. ഇവർ ഈ ചായ വെക്കുന്നതിനിടയിൽ ഓടി വന്നിട്ട് അയൺ ചെയ്ത് തരാ. നമ്മളൊരു പണിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുക, അവരിങ്ങനെ അയൺ ചെയ്ത് തരും. നമ്മളിങ്ങനെ കുപ്പായിട്ട് ഇങ്ങനെ ഇൻസൈഡിലാക്കി കപ്പാട്ട് നമ്മുടെ അലമാരയിലും കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി മാഷാ അല്ലാഹ് നല്ല ഗ്ലാമർ ആയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. അവർക്കത് കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങോട്ട് പോകണം? മക്കൾ നോക്കണം, വീട് നോക്കണം, വീടടിച്ചു വാരണം, വീട് വൃത്തിയാക്കണം, വസ്ത്രം അലക്കണം. ഇവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്, ഒരിക്കലും ഞാൻ കുറച്ചു കാണുകയല്ല. പക്ഷേ നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ ചെയ്ത നന്മകൾ, നിങ്ങളുടെ ത്യാഗത്തിന്റെ സർവ്വവിധ
പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങൾ എടുത്തു പറയുന്നത് കാരണത്താൽ എല്ലാം അല്ലാഹു ബാത്തിലാക്കി കളയുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്നാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരും. നാളെ ആദരണീയരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ സിംസാറുൽ ഹക്ക് ഉസ്താദ്, ആദരണീയരായ കബീർ ബാക്കവി ഉസ്താദ്, അവരൊക്കെ നാളെ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നാളെ വരുമ്പോൾ നല്ല സംഖ്യയുമായി ആ കവറിൽ നിങ്ങൾ വരണം. 15 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ആയതുകൊണ്ട് 100 രൂപ ഇട്ടാൽ നടക്കൂല. മിനിമം ഒരു 2000, 10,000 രൂപയൊക്കെ ആ കവറിലിടുക. 10 ആള് 10,000 ഇട്ടാൽ 1 ലക്ഷം ആയില്ലേ? 100 ആള് 10,000 ഇട്ടാൽ 10 ലക്ഷം ആയില്ലേ? എത്ര എളുപ്പം പൈസ ഉണ്ടാക്കാൻ. കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. ആ മനസ്സ് 10,000 കൊടുക്കാനുള്ള മനസ്സ് 100 ആൾക്ക് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത്ര എളുപ്പമല്ലേ? ഇവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളില്ലേ? എല്ലാവരും കൊടുക്കണ്ട. 100 ആൾക്ക് പഠിച്ചോ 10,000 കൊടുക്കാനുള്ള മനസ്സ് കൊടുത്താൽ മതി. ഇത്ര എളുപ്പം. നിങ്ങൾ ആലോചിക്കുക, ഇത്ര എളുപ്പമാണ് ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. ഇവിടെ എത്രയോ 100 ഇവിടെ 500 ആളുണ്ടാവും. 10,000 കൊടുക്കാൻ കഴിയുന്ന 500 ആൾ ഇവിടെ ഉണ്ടാവും. ഇല്ല, എവിടെ ഇല്ലേ? 500 കൂടുതലുണ്ടാവും അല്ലേ? 10,000 കൊടുക്കാൻ വേണ്ടി എത്ര ആളുണ്ടാവും? 1000 ആളെല്ലാം ഉണ്ടാവില്ല ഇവിടെ? ഉണ്ടാവില്ലേ? ഉണ്ട്. 10,000 കൊടുക്കാൻ പറ്റുന്ന 1000 ആൾ ഇവിടെ ഉണ്ടാവും. പെണ്ണുങ്ങളിലുണ്ടാവും, ആണുങ്ങളിലുണ്ടാവും. ആ 1000-ൽ നിന്ന് 100 ആൾക്ക് പഠിച്ച മനസ്സ് കൊടുത്താൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ഇത്ര എളുപ്പമാണ്. ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ വലിയ കാര്യമായിട്ട് കാണാൻ 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ട് കാണാൻ വളരെ എളുപ്പമാണ് വിഷയം. പക്ഷെ ആ മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ കവറിലിടാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ വളരെ രഹസ്യമായ സ്വതക്കയായി ഒരു 10,000 രൂപ നിങ്ങളുടെ കവറിലിടാൻ കഴിയുമോ? അങ്ങനെയുള്ള കവറുകൾ കുറേ വരട്ടെ. അർശിൻ്റെ തണൽ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് നാളെ അർശിൻ്റെ തണൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? 10,000 രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ, 5,000 രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ ആ മഹത്തായ കവറിൽ നിങ്ങളുടെ ഭാര്യ അറിയാതെ, നിങ്ങളുടെ ചങ്ങാതിമാരറിയാതെ, സംഘാടകർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് തുറന്നിട്ടൊന്നും കാണിക്കാതെ വളരെ രഹസ്യമായി ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുക. 10,000-ൻ്റെ കവറുകൾ ബക്കറ്റിലേക്ക് വീണാൽ ആ നിങ്ങൾ കൊടുത്ത 10,000 അറിഞ്ഞത് നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രമാണ്. നിങ്ങളുടെ ആരറിഞ്ഞിട്ടില്ല, കമ്മിറ്റിക്കാരറിഞ്ഞിട്ടില്ല, വീട്ടുകാരറിഞ്ഞിട്ടില്ല, ചങ്ങാതിമാരറിഞ്ഞിട്ടില്ല, ആരറിഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്ത 10,000 നിങ്ങളും നിങ്ങളുടെ റബ്ബും നീയത്ത് ചെയ്ത മാറാരോഗങ്ങൾ എനിക്ക് തരല്ലേ. നിങ്ങൾക്ക് പടച്ചോ മാറാരോഗം തരൂല. മക്കളില്ലേ? അള്ളാഹു എനിക്ക് മക്കളെ താ എന്ന് പറഞ്ഞിട്ട് 10,000 ഇട്. 10,000 മിനിമമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഇത്ര ഇടാം, കുറച്ച് കഴിയുന്നവർ കുറച്ചുകൂടാ. അപ്പോൾ അള്ളാഹു എനിക്ക് മക്കളില്ല, ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് നീ മക്കളെ തരണം. ഇതാരും കാണാത്ത രഹസ്യമായ സ്വതക്കയാണ്. ഈ കവറിതാ ഞാൻ ആരും കാണാത്തൊരു 10,000 ഇടാണ്. ഇത് നീ സ്വീകരിച്ച് എനിക്ക് മക്കളെ തരണം. പഠിച്ചോ മക്കളെ തരും. രോഗമുണ്ടോ? അള്ളാഹുവെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ഒരു സുഖവും എനിക്ക് കിട്ടുന്നില്ല. ഇതാ നിനക്ക് വേണ്ടി, നിന്റെ മദ്രസയിലേക്ക് വേണ്ടി ഞാൻ ഒരു 10,000 രൂപ തരാണ്. ഇതുകൊണ്ട് എനിക്ക് നീ ശിഫ തരണം. അള്ളാഹു ശിഫ തരും, അള്ളാഹു ശിഫ തരും. ഇതിനൊക്കെ പുറമെ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്ന സ്വതക്കകൾ നിങ്ങളിൽ ഉണ്ടായാൽ എല്ലാവരും നാളെ കഷ്ടപ്പെടുന്ന സമയം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ, എല്ലാവരും നെട്ടോട്ടമോടുന്ന മഹ്ശറ ലോകത്ത് അല്ലാഹു തആല ചൂടിന്റെ ഒരു അംശം പോലും അനുഭവിക്കാതെ വിശാലമായ തണൽ നിങ്ങൾക്ക് നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം